ഞാൻ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ആ ഒരു പഠന കാലഘട്ടത്തിലൊക്കെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കൈക്ക് നല്ല സ്ട്രെങ്ത് വേണം. അതായത് ഇപ്പോൾ എന്നെ അടുത്തറിയുന്നവർക്കറിയാം. കാര്യം ആ സമയത്തൊക്കെ ഏകദേശം ഒരു 10-12 കൊല്ലം മുന്നൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഏകദേശം ഈ കാണുന്നതിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ. സോ പക്ഷെ എനിക്ക് എൻ്റെ ഒരു ഡ്രീമാണ് നല്ല ഒരു സ്ട്രെങ്ത് വേണം കൈക്ക്. അതും പോരാത്തതിന് നമ്മൾ ഈ പോസ്റ്ററിലും അല്ലെങ്കിൽ ടി വിയിലൊക്കെ കാണുന്ന നമ്മൾ ആക്ടേഴ്സിൻ്റെ ഒക്കെ കാണുന്ന പോലെ കൈയുടെ മസിൽസൊക്കെ നല്ല ടോൺഡായിരിക്കണം, നല്ലൊരു ഫിറ്റ് ബോഡി ആയിരിക്കണം എന്നുള്ളതൊക്കെ അന്നത്തെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു. പക്ഷെ എനിക്ക് മാത്രമല്ല, ആ ഒരു ഏജിൽ വരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ആൺപിള്ളേർക്കും വരുന്ന ആഗ്രഹമാണ് നല്ല ഫിസിക്ക്, നല്ല ഫിറ്റായിട്ടുള്ളൊരു ബോഡിയും അതുപോലെ നല്ല ടോൺഡായിട്ടുള്ള മസിൽസും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് നല്ല ഇങ്ങനെ കൈക്കൊക്കെ നല്ല മസിൽ വേണം, കൈക്കൊക്കെ നല്ല സ്ട്രെങ്ത് വേണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം എന്നാലോചിച്ച് നടക്കുമ്പോൾ ആ സമയത്തൊന്നും ആ ചെറിയ പ്രായത്തിൽ ഒരു ജിമ്മിലും എൻട്രി ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചെടുക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഇതേപോലെ കസിൻസൊക്കെ, അവരൊക്കെ അത്രയും ബോഡി ബിൽഡിങ്ങും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നടന്നുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവരൊക്കെ ഡമ്പലും ഇതൊക്കെ വെച്ച് വീട്ടിൽ ഓരോന്നിങ്ങനെ ചെയ്യുന്നതൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു കണക്കിന് കുഞ്ഞൊരു ഡമ്പലൊക്കെ ഒപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. കൈക്കൊക്കെ നല്ല സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇരുന്ന് ഇതന്നെ ഈ ഒരു മൂവ്മെൻറ്റ്, അതായത് ബൈസെപ്സിനും ഫോറാമിനും ഇരുന്ന് വർക്കൗട്ടാണ്. കൈക്ക് സ്ട്രെങ്ത്ത്, പവർ കിട്ടാനും മസിൽസൊക്കെ ടോൺഡായിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട്. ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല. ജസ്റ്റ് എല്ലാവരും ചെയ്യുന്നുണ്ട്. കൈക്ക് നല്ല സ്ട്രെങ്ത്തും അല്ലെങ്കിൽ ടോണ്ടൊക്കെ ആയിട്ടിരിക്കാൻ ഡമ്പൽ എടുത്തിട്ട് കുറച്ച് ഇതേപോലെ മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുക എന്നുള്ളത്. ലേറ്റർ ഓൺ പിന്നെ ഈ പറഞ്ഞ പോലെ ഹയർ സെക്കൻഡറി ഒക്കെ കഴിഞ്ഞു. ഈ ഫിസിയോതെറാപ്പി പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് റിയലൈസ് ചെയ്തത് വലിയൊരു കാര്യം നമുക്ക് ആ കൈക്കാനുള്ള സ്ട്രെങ്ത്തും ആ പവറും വരേണ്ടത് നമ്മൾ ചുമ്മാ ബൈസെപ്സിലും ഫോറാമിലും മാത്രം നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത്. നമുക്ക് ശരിക്കും നമുക്കിപ്പോൾ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഡയറ്റ് ടു ഡേ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ശരിക്കും അതിന് പവർ വരേണ്ടത് നമ്മുടെ അപ്പർ ബാക്കിൽ നിന്നാണ്, അതായത് നമ്മുടെ സ്കാപ്പുലർ ഏരിയയിൽ നിന്നാണ്. നമ്മുടെ സ്കാപ്പുലർ മസിൽസിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് വളരെയധികം അത്യാവശ്യമാണ് നമുക്ക് വെയിറ്റുള്ള കാര്യങ്ങൾ ലിഫ്റ്റ് ചെയ്യാനോ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കാര്യം ആ സ്കാപ്പുലർ മസിൽസാണ്, സ്കാപ്പുലയാണ് നമ്മുടെ ആ ഒരു മൂവ്മെൻറ്റ്സ്, കൈയുടെ ആ ഒരു മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സപ്പോർട്ടും ഡൈനാമിക് സ്റ്റെബിലിറ്റിയും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു സ്കാപ്പുലർ മസിൽസാണ്. സോ കൈക്ക് സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ IPL നടക്കുന്നു, ഫാസ്റ്റ് ബൗളേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് തുടക്കത്തെ ഇതിലൊക്കെ നമുക്ക് കാണാം, അതായത് വാമപ്പ് സെഷൻസും അല്ലെങ്കിൽ ചെറിയ ബാൻഡ് വെച്ചിട്ടുള്ള എക്സസൈസസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ചിലപ്പോൾ ടി വിയിൽ കാണാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക അവർ ഈ ഒരു അപ്പർ ബാക്കിലെ മസിൽസിനായിരിക്കും. കാര്യം ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ നിന്നായിരിക്കും ഫോഴ്സ് കറക്റ്റ് ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ പലർക്കും ജോലി സംബന്ധമായിട്ടും അല്ലെങ്കിൽ അവർക്ക് സ്പോർട്സ് സംബന്ധമായിട്ടും അല്ലെങ്കിൽ ഡാൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പലർക്കും ആ ഒരു ആംസിന് സ്ട്രെങ്ത്ത് ട്രെയിനിങ് അല്ലെങ്കിൽ അങ്ങനത്തെ സ്ട്രെങ്ത്ത് വേണ്ട ആവശ്യം ഉള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ബൈസെപ്സിലോ ഫോറാംസിലോ മാത്രം വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല. അവർക്ക് അതിനനുസരിച്ച് വളരെ വിദഗ്ധമായിട്ടുള്ള ആ ഒരു മേൽനോട്ടത്തിൽ അവരുടെ ആ ഒരു അപ്പർ ബാക്ക് മസിൽസും കൂടെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്തെടുത്താൽ മാത്രമേ വേറെ ബാക്കി ഇഞ്ചുറീസ് ഒന്നും കൂടാതെ വളരെ കംഫർട്ടായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ